ന്യൂസ് 16 കേരള. ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് റഹാബി ഉൾപ്പെടെ നിരവധി മന്ത്രിമാരെ കൊലപ്പെടുത്തി ഇസ്രായേൽ. കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേൽ യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് ഖാലിബ് അൽ റഹാബി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ കൊല്ലപ്പെട്ടതായി മഹദി അൽ മഷാദിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വർഷത്തെ പ്രവർത്തനത്തിനു ശേഷം മന്ത്രാലയങ്ങളുടെ പ്രകടനം അവലോകനം ചെയ്യുന്ന ക്യാബിനറ്റ് വർക്ക്ഷോപ്പിലാണ് ആക്രമണം ഉണ്ടായതെന്ന് സർക്കാർ പറഞ്ഞു. യമൻ ഉദ്യോഗസ്ഥർ പറയുന്നതിനനുസരിച്ച് പ്രധാനമന്ത്രിയോടൊപ്പം നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടു. ഒരു വർഷം മുമ്പാണ് റഹാബി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. ഇസ്രായേലി സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിയുടെ റെക്കോർഡ് ചെയ്ത പ്രസംഗം കാണാൻ നിരവധി സ്ഥലങ്ങളിൽ ഒത്തുകൂടിയ മുതിർന്ന ഹൂതി ഉദ്യോഗസ്ഥരായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം. വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തി. പ്രാദേശിക യമൻ മാധ്യമങ്ങൾ ഇസ്രായേലി ആക്രമണം സ്ഥിരീകരിച്ചു. യമനിൽ നിന്ന് വിക്ഷേപിച്ച 2 ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി അറിയിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത്. ഒരു ഡ്രോൺ ഗസയിൽ എത്തിയതായും മറ്റൊന്ന് അധിനിവേശ ഫലസ്തീൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുണ്ട്. ഗസക്കും ലബനാനും അപ്പുറത്തേക്ക് യുദ്ധം വ്യാപിക്കാനും മേഖലയിലെ സർക്കാരുകളെയും സ്ഥാപനങ്ങളെയും നേരിട്ട് ലക്ഷ്യം വെക്കാനുള്ള ഇസ്രായേലിന്റെ ഉദ്ദേശമാണ് ആക്രമണം തെളിയിക്കുന്നതെന്ന് യമൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.